പൗരത്വ ഭേദഗതി നിയമത്തിൽ സർക്കാർ ചില മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ മാറ്റങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതുകൊണ്ട് ഈ നിയമം ഈ ആർക്കൊക്കെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകും? അതായത് ഈ നിയമം 2019 പാസ്സാക്കിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അന്ന് നമുക്കറിയാം 2019 ഈ നിയമം വന്നതിന് പിന്നാലെ 2014 വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നവർക്കാണ് ഈ നിയമത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നത്. അതായത് ഈ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തു വന്ന അവിടുത്തെ ന്യൂനപക്ഷത്തിൽപ്പെട്ട 6 മതവിഭാഗങ്ങളിൽ പെട്ടവർക്ക് അല്ലെ? അതെ. ആ 2014 മാറ്റിയപ്പോൾ 2024 വരെ. കാരണം ഈ വർഷത്തിനിടയിൽ വന്ന 10 വർഷം, അതെ 10 വർഷം അധികമായി ഈ വർഷത്തിനുള്ളിൽ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ന്യൂനപക്ഷങ്ങളിൽ പെട്ടവർക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഇടക്കാലത്ത് പ്രത്യേകിച്ച് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇനി പ്രത്യേകം ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. ബംഗ്ലാദേശ് മാത്രം നമുക്ക് പരിശോധിച്ചാൽ കുറച്ചു നാളുകളായി തന്നെ അവിടെ ഭരണ മാറ്റം ഉണ്ടായതിനു ശേഷം, സംവരണ പ്രക്ഷോഭത്തിന് പിന്നാലെ തന്നെ അവിടെ ഭരണമാറ്റം ഉണ്ടായതിനു ശേഷം അവിടുത്തെ ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണ്, ന്യൂനപക്ഷങ്ങളായ ബുദ്ധന്മാരുടെ അവസ്ഥ എന്താണ്, ക്രൈസ്തവരുടെ അവസ്ഥയാണ് എന്താണ്. പക്ഷെ ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഹിന്ദു ഭീകരത, ഹിന്ദു വർഗീയവാദികൾ എന്ന് ചൂണ്ടിക്കാട്ടി ഹിന്ദുക്കളെ മാത്രം ചുരുക്കി കാണുകയാണ്. അവിടെയുള്ള ബുദ്ധന്മാരുടെ പ്രശ്നം നമുക്കറിയാം. ബംഗ്ലാദേശിൽ ബുദ്ധ സന്യാസിമാരെ അവിടത്തെ ഭൂരിപക്ഷ സമുദായം എത്രത്തോളം വേട്ടയാടി എന്ന കാര്യം നാം ഒരു 10-20 വർഷം പോണ്ടല്ലോ. നാം 1921 മലബാർ കലാപത്തിനെ കുറിച്ച് ആ ചരിത്രത്തിലേക്ക് പോകണ്ട. 2 ആഴ്ച മുമ്പുള്ള 2 ആഴ്ച മുമ്പുള്ള ചരിത്രം, കഴിഞ്ഞ ഒരു വർഷത്തെ ബംഗ്ലാദേശിന്റെ ചരിത്രമുണ്ട്. ആ ചരിത്രം പരിശോധിക്കുന്നത് ബുദ്ധന്റെ കാര്യം, ബൗദ്ധരുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അവിടെ ജൈനർക്കും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ നേരിടും. ന്യൂനപക്ഷങ്ങൾ, അത് ക്രിസ്ത്യാനികൾ, ഹിന്ദു എന്നില്ല, അതോടൊപ്പം തന്നെ ക്രൈസ്തവരെന്നില്ല, സിഖുകാരെന്നില്ല, എല്ലാ വിഭാഗത്തിനും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരെ ആര് സംരക്ഷിക്കും? നമ്മുടെ ഇന്ത്യയിലെ ചിലർക്ക്, ചില പാർട്ടികൾക്ക് ഗാസയോട് പ്രേമമാണ്. അവർ ബാഗിൽ ഗാസയുടെ പതാകയൊക്കെ പതിപ്പിച്ച് നടക്കും. അവർക്ക് ആ തുന്നുന്നതിന്റെ സമയമുണ്ട്. പക്ഷെ ഈ നമ്മുടെ അവിടെ അയൽവക്കത്തുള്ള ഈ കണ്ണീരൊഴുക്കി ജീവനും കയ്യിൽ പിടിച്ച് നെട്ടോട്ടം ഓടുന്ന പാവങ്ങളുടെ കാര്യം ചിന്തിക്കാൻ പറ്റുന്നില്ല. പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉള്ളവർക്ക് വേണ്ടി ചോദിക്കാൻ ഇവിടെ ആരുമില്ല. അവർക്ക് ചോദിക്കാൻ എന്തായാലും ഇന്ത്യയിലെ സർക്കാർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ നിങ്ങളുടെ പണി എടുത്തുള്ളൂ അല്ലെ, ഗാസയ്ക്ക് വേണ്ടി കരഞ്ഞോളൂ. പക്ഷെ ഇപ്പോൾ എന്തായാലും ഇന്ത്യൻ സർക്കാർ അവരെ സംരക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ക്രൈസ്തവരായാലും ബുദ്ധരായാലും ജൈനരായാലും. ഇപ്പോ ഇനി ബ്രിട്ടാസ് അടക്കമുള്ളവർ ഇതിനെതിരെ എന്ത് പ്രതികരിക്കുമോ എന്തോ. ക്രൈസ്തവർക്ക് വേണ്ടി വലിയ രീതിയിൽ വാഹനം പിടിച്ച് വിമാനം പിടിച്ചു പോയ ടീമാണ്. ഛത്തീസ്ഗഡ് മാത്രമല്ല, മണിപ്പൂരിലെല്ലാം കരയുന്ന കരച്ചിലിന് ഒരു അന്ത്യമില്ലല്ലോ. പക്ഷെ ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അങ്ങനെ ക്രൈസ്തവർ കരയുകയാണെങ്കിൽ അവർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരുണ്ട്, ഇന്ത്യൻ സർക്കാരുണ്ട്. ആ സർക്കാരിന്റെ നീക്കമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ആസാമിലെ മുഖ്യമന്ത്രിയും പറഞ്ഞിട്ടുണ്ടല്ലോ, അത് ഈ പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട്, പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പ്രസ്താവനകളിൽ മാത്രം ചുരുങ്ങുന്നതല്ല, അതിവേഗമാണ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആസാമിൽ 12 പേരാണ് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകിയത്. അതിൽ 3 പേർക്ക് ഈ പൗരത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹി, ഗുജറാത്ത്, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരം അപേക്ഷകളുമായി ആയിരക്കണക്കിന് പേരാണ് കാത്തിരിക്കുന്നത്. പാകിസ്ഥാന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ. ആ പാകിസ്ഥാനിൽ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഉണ്ടായിരുന്ന ഹിന്ദുക്കൾ എത്രയുണ്ട്, ഇപ്പോൾ ഹിന്ദുക്കൾ എത്രയുണ്ട്? 26% ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 2% താഴെയോ മറ്റോ ആണ്. അതിൽ കൂടുതൽ പേരും ഇന്ത്യയിലേക്കാണ് പലായനം ചെയ്തത്. അപ്പോൾ അവർക്ക് കൃത്യമായി തന്നെ ഇന്ത്യയുടെ ഭാഗമായി അവർ ഇന്ത്യയിൽ പഠിച്ച്, ഇന്ത്യയിൽ വിദ്യാഭ്യാസം നേടി, ഇന്ത്യയിൽ ജോലി ചെയ്യുന്നവരാണ്. ഇന്ത്യൻ പൗരന്മാരായി മാറണം ഇനി അവർ ഇപ്പോൾ ഡൽഹിയിലെല്ലാം നമുക്കറിയാം, അവർ ഓരോ ചേരികളിൽ അങ്ങനെ ഇന്ത്യയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ റോഹിംഗ്യ മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ AAP ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. മാത്രമല്ല സുപ്രീം കോടതിയിൽ ഹർജിയുമായിട്ട് പോയില്ലേ പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ള അർബൻ നക്സലുകൾ. അങ്ങനെ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആൾക്കാരുണ്ട്. പക്ഷെ എന്തായാലും ഈ നിയമം പാസ്സാക്കുന്നതോട് തന്നെ ഇന്ത്യ ഒരു ശക്തമായ സന്ദേശമാണ് നൽകുന്നത്. ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും ഉള്ള ജനങ്ങൾക്ക്, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് നൽകുന്ന വലിയ സന്ദേശമാണ്. നിങ്ങൾ അവിടെ നിന്നും കഷ്ടപ്പെടേണ്ട കാര്യമില്ല.
നിങ്ങൾക്ക് ചോദിക്കാനും പറയാനും ഇന്ത്യ എന്ന വലിയ രാജ്യമുണ്ട്. നിങ്ങൾ അവിടെ കഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് വരൂ. ഇന്ത്യയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കൃത്യമായി തന്നെ സംരക്ഷണം നൽകാൻ ഇവിടെ ഒരു രാജ്യമുണ്ടെന്ന രീതിയിലുള്ള ഒരു വലിയ സന്ദേശമാണ്. നാം ഇത്തരം നീക്കങ്ങൾ കണ്ടിട്ടുള്ളത് പണ്ട് ഇസ്രയേലുമായി ബന്ധപ്പെട്ടാണ്. ജൂതന്മാർ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ കഷ്ടപ്പെടുമ്പോൾ ഇസ്രയേൽ എന്ന രാജ്യം രൂപീകരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരും, നിങ്ങൾക്ക് സംരക്ഷണം, മടങ്ങി വരും, നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ഇവിടെ ഒരു രാജ്യമുണ്ട്. നമ്മുടെ രാജ്യം ഒരിക്കലും മതത്തിന് വേണ്ടിയുള്ള രാജ്യമല്ല, മതേതരത്വ രാജ്യമാണ്. മതേതരത്വം വാക്കുകളിലൂടെ പറഞ്ഞു നടക്കുന്നവരല്ല ഞങ്ങൾ എന്ന രീതിയിലുള്ള ഒരു സന്ദേശമാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ആ നിലപാട് എടുക്കാത്തത്. എന്താണ്, ഹിന്ദുക്കൾ മാത്രം ഇവിടെ വന്നാൽ മതിയെന്ന് ഏതെങ്കിലും ഘട്ടത്തിൽ ഇന്ത്യയിലുള്ള ഈ സർക്കാർ എടുത്തിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല. അപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് തന്നെ നമ്മൾ ഈ കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നു. ഈ മുസ്ലിങ്ങൾക്ക് വേണ്ടി വേറെ രാജ്യം ഉണ്ടാക്കുകയായിരുന്നല്ലോ പാകിസ്ഥാനും ബംഗ്ലാദേശ്, അത് മതരാഷ്ട്രമാണ്. അപ്പൊ ഇന്ത്യയിൽ എന്തെങ്കിലും മുസ്ലിങ്ങൾക്ക് പീഡിപ്പിക്കപ്പെട്ടാൽ അവർക്ക് പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും പോകാം. അതുപോലെ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും, അന്നത് ഈസ്റ്റ് പാകിസ്ഥാനാണ്, ബംഗ്ലാദേശ് അല്ല, അവിടത്തെ ആരാണ് പീഡിപ്പിക്കപ്പെടുന്നത്? അതെ, അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ, അതായത് അമുസ്ലിങ്ങൾ അവിടെ മതപീഡനം നേരിട്ടാൽ, റിലീജിയസ് പെർസിക്യൂഷൻ അവർക്ക് നേരെ ഉണ്ടായാൽ അവർക്ക് ഇന്ത്യയിലേക്ക് വരാം. ഇതായിരുന്നു അന്നത്തെ ധാരണ. അത് നിയമം മൂലം കുറെ കൂടി സുതാര്യമാക്കി എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ചെയ്തത്. അതന്ന് നെഹ്റുവിന്റെ കാലത്തായിരുന്നു ഈ നിയമം വന്നത്, ഇത്തരം നീക്കങ്ങൾ ഉണ്ടായത്. പിന്നീട് ഇത് സോണിയ കോൺഗ്രസ് ആയി മാറിയ കാലത്താണ് ഈ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. ഗാസയ്ക്ക് വേണ്ടി കരയുന്നത്, ഗാസയ്ക്ക് വേണ്ടി കരഞ്ഞോളൂ, ഒരു കുഴപ്പവുമില്ല അല്ലേ? കാരണം മനുഷ്യന് വേണ്ടി മനുഷ്യർ കരയുന്നത് മനുഷ്യത്വത്തിന്റെ ഭാഗമാണ്. മനുഷ്യത്വത്തിനാണ് എല്ലാ മനുഷ്യനും മുന്നോട്ട് പോകുന്നത്. അത് ഉയർത്തി തന്നെ ആ മനുഷ്യത്വം ഗാസയിൽ കാണിക്കുമ്പോൾ എന്തുകൊണ്ട് ബംഗ്ലാദേശിൽ കാണുന്നില്ല, പാകിസ്ഥാനിൽ കാണുന്നില്ല, അഫ്ഗാനിസ്ഥാനിൽ കാണുന്നില്ല? അങ്ങനെ ഒരു തീരുമാനവുമായി കേന്ദ്ര സർക്കാർ വന്നെങ്കിൽ അതിനെ പിന്തുണയ്ക്കുകയാണ് ചെയ്യാനുള്ളത്. ഇത് നമ്മുടെ ഇന്ത്യയെ കത്തിക്കാൻ നോക്കിയില്ലേ അവർ? ഡൽഹി കലാപത്തിലേക്ക് എത്തിച്ചിട്ടില്ലേ? 50-ലധികം പേർ മരണപ്പെട്ടില്ലേ? ഇതിന്റെ എല്ലാം തുടക്കമാരാണ് ഈ പ്രതിപക്ഷ പാർട്ടികളല്ലേ? ഒരു അനാവശ്യമായ ഒരു വിവാദം ഉണ്ടാക്കുകയായിരുന്നു. പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളെ പുറത്താക്കി, ഏത് മുസ്ലിമിനെയാണ് പുറത്താക്കിയത്? അത് പൊളിഞ്ഞപ്പോൾ പറയുകയാണ് അങ്ങനെ ആ നാട്ടിലെ മുസ്ലിങ്ങൾ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്, അവരെ ആര് സംരക്ഷിക്കുമെന്നാണ് അവസാനത്തെ ചോദ്യം. അവരെ ആര് സംരക്ഷിക്കുമെന്നുള്ളത് അവിടുത്തെ സർക്കാരുകൾ, ഈ ഭൂരിപക്ഷ സമുദായത്തിലുള്ള സർക്കാരുകളല്ലേ, അവർ സമരം ചെയ്ത് നേടേണ്ടതാണ് അത്. പക്ഷെ ഈ ന്യൂനപക്ഷങ്ങൾ, ഈ പാകിസ്ഥാനിൽ നാം പലതവണ കണ്ടിട്ടുണ്ടല്ലോ, ഈ ഖുറാൻ കത്തിച്ചത് ആരോപിച്ച്, മതനിന്ദ ആരോപിച്ച് പല ക്രൈസ്തവരെയും ഹിന്ദുക്കളെയും പീഡിപ്പിക്കുകയും അവരെ തട്ടിക്കൊണ്ടുപോവുകയും അവരുടെ ആരാധനാലയങ്ങൾ കത്തിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഇന്ത്യൻ സർക്കാരുകൾ തിരിച്ചറിയുകയും പിന്നീട് അത് അവരെ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് എത്തുക എന്നത് ഇന്ത്യയുടെ ഇനി ഏത് സർക്കാർ വന്നാലും അതിൽ നിന്ന് നമുക്ക് പിന്നോട്ട് മാറാൻ കഴിയില്ലല്ലോ. അതൊരു മനുഷ്യത്വപരമായ, പണ്ട് തന്നെ ഈ ബംഗ്ലാദേശ് രൂപീകരിച്ചത് തന്നെ ഒരു മനുഷ്യത്വത്തിന്റെ പരമായില്ലേ ഈ അല്ലെ? അവിടെ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് അവരുടെ സർക്കാരുകൾ ഈ ബംഗ്ലാദേശിന്റെ ഭാഗത്ത് പീഡനം ഇവർക്ക് നേരെ ഉണ്ടായപ്പോൾ അവിടുന്ന് കൂട്ടമായിട്ട് അഭയാർത്ഥി പ്രവാഹം ഇന്ത്യയിലേക്ക് ഉണ്ടായി. അത് തടയാനാണ് വാസ്തവത്തിൽ ഇന്ത്യ നിവർത്തികെട്ട് ഈസ്റ്റ് പാകിസ്ഥാനെ ആക്രമിക്കുകയും അവിടുന്ന് പാകിസ്ഥാൻ സൈന്യത്തെ കീഴടക്കുകയും ചെയ്തു. എന്നിട്ട് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ് പുതിയൊരു രാഷ്ട്രത്തിനെ ഇന്ത്യ നിർമ്മിച്ചു കൊടുത്തു. അതാണ് സത്യം. അല്ല, ഇപ്പോഴുള്ള നിലവിലെ ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്ന നിലവിലെ ബംഗ്ലാദേശിലെ അവിടുത്തെ ജനങ്ങളെ പാകിസ്ഥാൻ പട്ടാളം ക്രൂരമായി വേട്ടയാടുകയായിരുന്നു. സ്ത്രീകളെ ഉൾപ്പെടെ പീഡിപ്പിക്കുക, ഈ പുരുഷന്മാരെ വെടിവെച്ച് കൊല്ലുക, അവരുടെ സൈനികർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരെ ക്രൂരമായി മർദ്ദിക്കുക. അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ഇന്ത്യക്ക് അതിൽ ഇടപെടേണ്ടി വന്നത്. മനുഷ്യത്വത്തെ ചൂണ്ടിക്കാട്ടി, ആ വേട്ടയെ ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യൻ സൈന്യം ഇടപെട്ടത്. കുടിയേറ്റ പ്രശ്നമുണ്ടെങ്കിലും ആ രാജ്യത്ത് നടക്കുന്ന ആ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയാണ്. ഇപ്പോൾ ബംഗ്ലാദേശിന്റെ പ്രശ്നം വന്നപ്പോഴും ഇന്ത്യ കൃത്യമായി ഇടപെട്ടിട്ടുണ്ടല്ലോ. ഇന്ത്യൻ സർക്കാരുകളും ഇന്ത്യ ഉദ്യോഗസ്ഥരും പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടുത്തെ ന്യൂനപക്ഷം വലിയ രീതിയിൽ വേട്ടയാടുകയാണ്, അതിനെതിരെ നിങ്ങളുടെ സർക്കാർ കൃത്യമായ നടപടി എടുക്കണമെന്ന് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയല്ലോ. അങ്ങനെ ഒരു മുന്നറിയിപ്പ് പണ്ടുണ്ടായത് സൈനികപരമായിരുന്നു. ഇപ്പോൾ അത് സൈനികപരമായല്ല, നയതന്ത്ര തരത്തിലുണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ അന്ന് സമരം ചെയ്തവരും അതോടൊപ്പം തന്നെ നമ്മുടെ കേരളവുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർ വലിയ പ്രസ്താവനയുമായി രംഗത്ത് വരുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം ഇപ്പോൾ ഉറക്കമാണോ എന്നറിയില്ല. എന്നാലും കേന്ദ്ര സർക്കാർ അവർ പ്രഖ്യാപിച്ച നിലപാടുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.